ഈ സ്കൂളിൽ ഒരേ ഒരു ക്ലാസ്സിലെ കുട്ടികൾ മാത്രം വളരെ മോശമാണ്. അവിടെയുള്ള എല്ലാ കുട്ടികളും പഠിക്കുന്നതൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ അതിലൊരുത്തൻ ചോക്ക് പീസ് പൗഡറാക്കി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ അവരുടെ ക്ലാസ്സിലേക്ക് പുതുതായി വരുന്ന ടീച്ചറിനെ ബുള്ളി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അതിനായി പൗഡറാക്കിയ ചോക്ക് പീസ് ഒരു ബോക്സിലാക്കി ക്ലാസ്സിലുള്ള ട്യൂബ് ലൈറ്റിന് മുകളിൽ വെക്കുന്നു. അതിനുശേഷം ആ പുതിയ ടീച്ചർ വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഒരു ചോക്ക് പീസ് എറിഞ്ഞ് ആ ബോക്സ് തള്ളിയിടുന്നു. ആ പൗഡർ അദ്ദേഹത്തിന്റെ തലയിൽ വീഴുന്നു. അത് കണ്ട് ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവിടെയുള്ള ആർക്കും യഥാർത്ഥത്തിൽ ആ ടീച്ചർ ആരാണെന്ന് അറിയില്ല. ആക്ച്വലി അദ്ദേഹം ഒരു ഏരിയ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന വലിയൊരു റൗഡി ആയിരുന്നു. അദ്ദേഹത്തിന് വലിയ ബിസിനസ്സും ഒത്തിരി സഹായികളുമുണ്ട്. ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ആ സ്കൂളിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അതേസമയം പ്രിൻസിപ്പലിന് ഇദ്ദേഹം ആരാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആരും കയറാത്ത ക്ലാസ്സിൽ അദ്ദേഹത്തെ അയച്ചത്. പക്ഷെ വന്ന ആദ്യ ദിവസം തന്നെ അദ്ദേഹം ആരാണെന്നറിയാതെ കുട്ടികൾ മോശമായി പെരുമാറുന്നു. അദ്ദേഹം ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്ത് ഒന്നും ചെയ്യാതെ പുറത്തു വരുന്നു. അതിനുശേഷം അടുത്ത ദിവസം ക്ലാസ് ടെസ്റ്റ് നടത്തുന്നതിനായി പേപ്പർ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോൾ കുറച്ചുപേർ മാത്രം പേപ്പർ വാങ്ങി ടെസ്റ്റ് എഴുതുന്നു. കുറെ പേർ പേപ്പർ വാങ്ങി മാറ്റിവെച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. അദ്ദേഹം എന്താണെന്ന് ചോദിച്ചതിന് ഒരു പെണ്ണ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതേസമയം മറ്റൊരുത്തൻ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കുന്നതിനായി കൈയടിക്കുന്നു. അവസാനം അദ്ദേഹം ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ താൻ ആരാണെന്ന് കാണിക്കുന്നു.